അതുകൊണ്ട് തന്നെ പ്രാരംഭത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഇത് ക്രിസ്ത്യാനിയുടെ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ പ്രസംഗിക്കേണ്ടതും ക്രിസ്ത്യാനിയാണ്. എന്നാൽ ഇവിടെ പ്രസംഗിക്കുന്ന എന്റെ പേര് ഷമീർ എന്നാണ്. കടന്നു വന്ന പ്രിയ ദേവദാസന്റെ പേര് ഷാജഹാൻ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ഹൈന്ദവ സഹോദരന്മാരാണ്. മറ്റു പലതരത്തിലുള്ള പാരമ്പര്യ പശ്ചാത്തലങ്ങളിൽ ക്രൈസ്തവ സഭകളിൽ ജീവിച്ചവരാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കവലകൾ തോറും ഈ തരത്തിൽ ഒരു പ്രസംഗത്തിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ മറുപടി, ഈ കാലയളവിൽ ജാതിയോ മതമോ നോക്കിയിട്ടല്ല യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. അതൊരിക്കലും ജാതിയോ മതമോ വേർതിരിച്ചല്ല. ഇസ്ലാമികൾ മോശക്കാരാണെന്നോ ഹൈന്ദവ സഹോദരങ്ങൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവർ അങ്ങനെയാണ്, ഇതൊന്നും വേർതിരിച്ച് പറയാനൊക്കില്ല. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ജാതി മതം നോക്കാതെ അനേക യൗവനക്കാരെ യുവതലമുറകൾ വർദ്ധിച്ചു വരുന്ന വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളായിക്കൊണ്ടിരിക്കുമ്പോൾ കോടതി വിചാരണ ചെയ്ത് റിമാൻഡിലേക്ക് അയക്കുന്ന പ്രതികളെ കുറിച്ച് പത്രമാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. സംഭവ സമയത്ത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു, സംഭവ സമയത്ത് പ്രതികൾ മയക്കുമരുന്നിന് അടിമകളായിരുന്നു. എവിടെ നോക്കിയാലും 17, 18, 19, 20 വയസ്സ് പ്രായമുള്ള യുവതലമുറ വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രിയ സ്നേഹിതരെ, മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ സന്ദേശം എന്ന നിലയിൽ ഇതിങ്ങനെ വിവിധമാകുന്ന ആദ്യത്തെ കാഴ്ചയല്ല വെള്ളനാട് ജംഗ്ഷനിൽ നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ വിവിധ കവലകളിൽ ഈ കവല പ്രസംഗം ഇന്ന് വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എടോ മനുഷ്യൻ അങ്ങനെ നശിച്ചു പോകുന്നെങ്കിൽ, അങ്ങനെ കുറ്റവാളിയാകുന്നെങ്കിൽ അതിനിവിടെ നിയമം പോലീസും ഗവൺമെന്റും ഒക്കെ ഉണ്ട്. അതിനിടയിൽ ഈ കവല പ്രസംഗത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള കവല പ്രസംഗമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. വിവിധ മനോഭാവത്തോടെ ഇത് വീക്ഷിക്കുന്നവരുണ്ട്, ഒരു വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്നവരും കുറവല്ല. കാര്യം എനിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. 11 വർഷം മുമ്പ് ഇതുപോലെ കവലയിൽ നിന്ന് തൊണ്ട കീറുന്ന ഉപദേശിയെ കണ്ടാൽ ചെവിക്കല്ലിനൊന്ന് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു കുറ്റമല്ല. കാര്യം ഇത് അറിയാത്ത കാലത്തോളം ഇതൊരു വല്ലാത്ത മനസാക്ഷിയോടെ കാണുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ നിയമവും ഗവൺമെന്റും മാറി മാറി വരുന്ന ഭരണകർത്താക്കളും ഭരണകൂടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ തരത്തിൽപ്പെട്ട വിഷയങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി, ചില നാളുകൾക്ക് മുമ്പ് ഞെട്ടിത്തെറിപ്പിക്കുന്ന അനേക വാർത്തകളിലൂടെ കൊച്ചു കേരളം കടന്നു പോവുകയാണ്. എന്നാ ചില അമ്മമാര് പറയാറുണ്ട്, എടാ ഞാൻ നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചതാ. കൂടെ പറയുന്ന അമ്മമാരുണ്ട്. എന്നാൽ ഈ കാലയളവിൽ കേട്ടൊരു വാർത്ത, സ്വന്തം നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മ കുളിക്കുകയും വസ്ത്രം മാറുകയും ചെയ്യുന്ന രംഗങ്ങൾ മൊബൈലിൽ പകർത്തിയെടുത്ത് അത് സായിപ്പിന് അയച്ചു കൊടുത്ത് അക്കൗണ്ട് ബാലൻസ് വരുത്തിയ 9ാം ക്ലാസ്സുകാരനെ കുറിച്ച് ഞെട്ടലോടെ വായിച്ചു കൊച്ചു കേരളം. തീർന്നുപോകും ഇല്ല. പാതിരാത്രിയിൽ നമ്മുടെ കൊച്ചു സഹോദരി ഡൽഹി പട്ടണത്തിൽ യാത്ര ചെയ്യുന്ന സഹോദരിയെ നരാധവന്മാർ രാത്രിയിൽ പിച്ചു ചീന്തി തെരുവീതിയിലേക്ക് വലിച്ചെറിഞ്ഞ കാഴ്ച, പ്രതിഷേധങ്ങളും പ്രതിയോഗങ്ങളും ഒക്കെയായി കേരളം ആഘോഷിച്ചു കൊണ്ടാടി. വാർത്തകൾ പുറത്തു വന്നു, പലരും കൊടിപിടിച്ചു തെരുവിലിറങ്ങി. ഒടുവിൽ നിയമമെന്ന് പറഞ്ഞു, ഇനി സ്ത്രീകളുടെ നേരെ രൂക്ഷമായ നിലയിൽ അല്ലെങ്കിൽ മ്ലേച്ഛമായ നിലയിൽ ഒന്ന് നോക്കിയാൽ പോലും അത് കുറ്റകരമാണെന്നുള്ള നിലയിൽ ഒരു ബില്ല് പാസാക്കാൻ പോവുകയാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ആ ബില്ല് പാസ്സായതിന്റെ തൊട്ടടുത്ത ദിവസത്തെ മനോരമ ഒന്ന് ശ്രദ്ധിക്കണേ. ആ ബില്ല് പാസ്സായി എന്താ, സ്ത്രീകളെ മ്ലേച്ഛമായ രീതിയിൽ ഒന്ന് നോക്കിയാൽ പോലും അത് കുറ്റകരമാണെന്നുള്ള ബില്ല് പാസ്സാക്കിയതിന്റെ പിറ്റേ ദിവസത്തെ മനോരമയിൽ ഒരു മലയാളി നഴ്സിനെ കൂട്ടമാനഭംഗം ചെയ്ത വാർത്താ പത്രത്തിൽ വെളിപ്പെട്ട് കിടക്കുക. നിയമം മാറിയതുകൊണ്ടോ പോലീസിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ഇവിടെ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശ്രദ്ധിക്കൂ, മദ്യം എങ്ങനെയാ മനുഷ്യനെ നശിപ്പിക്കരുതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ചിലർ പറയും, അതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ, മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ എന്താ, നമ്മുടെ നാട് വികസിച്ചില്ലേ എന്നാണ് ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര താങ്കൾ പറയുന്ന വികസനം? ഉടനെ പുള്ളി പറയുകയാണ്, നമുക്ക് 1 രൂപയ്ക്ക് അരി കിട്ടുന്നില്ലേ. ആഹാ, അതാണോ വികസനം? പുള്ളി പറയാ വികസനം എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് അരി കിട്ടുന്നയാ. ഞാൻ ചോദിക്കട്ടെ, ഈ 1 രൂപയുടെ അരി മേടിക്കാൻ അംബാനി വരുമോ? വരത്തില്ല.
പിന്നെ ടാറ്റായി ബിർളായി വരുമോ? വരത്തില്ല. പിന്നെ ആരാ പോകുന്നത്? ഈ ഒരു രൂപയുടെ അരിക്ക് അത് പാവപ്പെട്ട കൊത്തപ്പണിക്കാരൻ, തൊഴിലുറപ്പുകാരൻ, കൂലിപ്പണിക്കാരൻ, ടാപ്പിങ്ങുകാരൻ തുടങ്ങി പാവങ്ങളാണ് പോകുന്നത്. ഇതേ പാവങ്ങൾ തന്നെയാണ് സർക്കാർ വേറൊരു ആഫീസ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, ബിവറേജ് കോർപ്പറേഷൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടു, അത് നിന്നും വെയിൽ കൊള്ളുന്നത് സഹിക്കാൻ വയ്യാതെ കുടിയന്മാരെല്ലാം കൂടെ പരാതി കൊടുത്തു. കുടിയന്മാരുടെ പരാതി തീർക്കാൻ തിരുവനന്തപുരം സിറ്റിയിൽ AC ബിവറേജ് കോർപ്പറേഷൻ ആരംഭിച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ സർക്കാർ പറയുകയാണ്, ഓക്കെ, ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ തുറന്നു വെച്ചിരിക്കുക. അപ്പോ ഈ ബിവറേജ് കുപ്പിയെടുക്കാൻ പോകുന്നത് ആരാ? അതും അംബാനി വരത്തില്ല, ടാറ്റായും ബിർളായും വരത്തില്ല. പിന്നെ ആരാ? ഈ പാവങ്ങൾ അവിടെ പോകുന്ന കുപ്പിയെടുക്കാൻ. അങ്ങനെയാണ് ഈ രണ്ട് സ്ഥലത്തും ഈ പാവങ്ങളല്ലേ പോകുന്നത്. അതെ, അങ്ങനെയാണ് ഈ രണ്ട് സ്ഥലവും തമ്മിൽ ഒരു ചേട്ട അനിയൻ ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. വികസനമാണേ, മറക്കല്ലേ, ശ്രദ്ധിക്കണേ. എന്താണ് ഈ ചേട്ട അനിയൻ ബന്ധം? പറയാം. ഒരു കൊത്തപ്പണിക്കാരൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് 400 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ വെച്ചു. ഓക്കെ, അവൻ കൈയും കാലും മുഖവും കഴുകി നേരെ പോവാ. എവിടെ? ബിവറേജിലേക്ക് കുപ്പിയെടുക്കാൻ. അവൻ തലേ തോർത്ത് വിട്ടുകൊണ്ട് അവൻ നിൽക്കുകയാണ് കുപ്പിയെടുക്കാൻ. തൊട്ടുപുറകിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മോൻ നിൽപ്പുണ്ട്, അത് പുള്ളി അറിയുന്നില്ല. അപ്പോൾ അപ്പൻ തോർത്തിട്ടുകൊണ്ട് നിൽക്കുന്നു, മോൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നിൽക്കുന്നു. രണ്ടുപേരും കുപ്പിക്കാം. കുപ്പിയെടുത്ത അപ്പൻ മാറിയിരുന്ന 300 കൊടുത്തു, കുപ്പിയെടുത്തു. മാറിയിരുന്ന് അടിച്ചു തീർത്തു. അടിച്ചു ഭിറ്റായ അപ്പൻ കാലിക്കുപ്പി കൊണ്ട് ചെന്ന് ആക്രിക്കട കൊടുത്തപ്പോഴുണ്ടടാ കുപ്പിക്ക് കിട്ടി 3 രൂപ. കേൾക്കണേ, അരിക്ക് 1 രൂപയല്ലേ ഉള്ളൂ. അപ്പോ ഈ കാലിക്കുപ്പിക്ക് കിട്ടിയ 3 രൂപ കൊണ്ടുപോയി ആടി 3 കിലോ അരി മേടിച്ചു. കേൾക്കണേ, 3 രൂപയ്ക്ക് അരി കിട്ടിയപ്പോൾ അരിവിലയുടെ എത്രയോ മടങ്ങിരട്ടി കുപ്പിയുടെ രൂപത്തിൽ സർക്കാരിന്റെ നെഞ്ചത്ത് തിരിച്ചു വീണില്ലേ? ഇതാരും ചിന്തിക്കുന്നു? ആരാ ചിന്തിക്കുന്നു? 3 രൂപയും കൊണ്ട് ഇവൻ സന്തോഷത്തോടെ ആടി മിച്ചമുള്ള 100 രൂപ പോക്കറ്റിൽ വെച്ച് 3 കിലോ അരിയും കൊണ്ട് കൈനറ്റിക്കൊണ്ടായി എടുത്ത് ആടി വീട്ടിൽ പോകുമ്പോഴുണ്ടടാ വഴിയരികിൽ എത്തിയപ്പോൾ ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന ജീവി ഊതടാന്ന് പറഞ്ഞു ഊതി ബാക്കി 100 അവനും കൊണ്ടുപോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുള്ളി അധ്വാനിച്ച 400 സർക്കാരിന്റെ നെഞ്ചത്ത് പോയപ്പോൾ യവന് 3 രൂപയ്ക്ക് അരി കിട്ടിയതാണ് വികസനം പോലും. ശ്രദ്ധിക്കണേ, ഇത് കേൾക്കുമ്പോ ചില ആൾക്കാർ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറയും, അങ്ങനെ പറ മോനെ, യവന്മാര് ഭരിച്ചു. പൊന്നു ചേട്ടാ, യവന്മാര് ഭരിച്ചാലും ലവന്മാര് ഭരിച്ചാലും ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. അത് ഇന്നയാള് ഭരിച്ചോണ്ടാന്ന് ഞങ്ങൾ പറയത്തില്ല, കാരണം ഞങ്ങൾ പാർട്ടിക്കാരല്ല. അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആര് ഭരിച്ചാലും, പോലീസിന്റെ എണ്ണം കൂടിയാലും, ഗവൺമെന്റ് മാറി വന്നാലും, നിയമം എത്ര ശക്തമാക്കിയാലും, മനുഷ്യൻ നന്നാകത്തിടത്തോളം കാലം, മനുഷ്യന്റെ ഉള്ളിൽ കുറ്റബോധവും പാപബോധവും വരാത്തിടത്തോളം കാലം ഇവിടെ ആരൊക്കെ എന്തൊക്കെ ഭരണവും വികസനവും കാഴ്ചവെച്ചാലും നമ്മുടെ നാട്ടിൽ നന്മ വെളിപ്പെടുകയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, എടാ ഏതെങ്കിലും മതത്തിൽ പോയി നീ ഒന്ന് ഗുണപ്പെട്ട് കണ്ടാ മതി എന്നുള്ള ആ നിഷ്കളങ്കമായ വാർത്ത എത്ര മനോഹരമാണ്. മതമല്ല അദ്ദേഹത്തിന്റെ വിഷയം, മനുഷ്യൻ നന്നാകണം. അപ്പൊ ചോദിക്കും, മനുഷ്യൻ നന്നാകാൻ ഏത് കണ്ടുപിടുത്തം ഉണ്ടോ ഉപദേശി ലോകത്തിലെന്ന് ചോദിച്ചാൽ, ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഇവിടെയുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ ആയുധമായി ജീവിച്ച ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന ഈ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു സന്ദേശം, അങ്ങനെ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അതാണ് പൊട്ടന്മാരെ പോലെ കവലകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ശ്രദ്ധിക്കൂ, മദ്യപാനിക്ക് പറ്റിയ പോലെ അബദ്ധം ഉലകത്തിൽ ആർക്കും പറ്റിയിട്ടില്ലെന്ന് തിരിച്ചറിയണം. ഈ വെള്ളനാട് കവലയിൽ മദ്യം കഴിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ, ബഹുമാന്യ സ്നേഹിത, ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിന്റെ ഉള്ളത്തിൽ ഒരു നിമിഷം ചിന്തിക്കുമോ, മദ്യപാനിക്ക് പറ്റി അബദ്ധം? നീ കൊണ്ടു കൊടുക്കുന്ന 20, 30, 40, 50 കൊണ്ട് മദ്യരാജാക്കന്മാർ അവന്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കുക. കേൾക്കണേ, അവന്റെ മക്കൾ ഡോക്ടറായി സ്റ്റെതസ്കോപ്പും കഴുത്തിലിട്ട് ആശുപത്രി വരാതെ കൂടെ നടന്നു വരുമ്പോൾ, നിന്റെ കാശ് കൊണ്ട് ഡോക്ടറായവൻ അവൻ സ്റ്റെതസ്കോപ്പ് വിട്ട് നടന്നു വരുമ്പോൾ നീ അവന്റെ മുമ്പേ പോയി നെഞ്ചും ഭരിച്ച് കിടക്കുക. എന്താ? നിന്റെ കരൾ അരിപ്പായി, നിന്റെ ഹാർട്ട് വീക്കായി. നോക്കണേ, നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് കുഴഞ്ഞു വെച്ചുകൊണ്ട് പറയും, ചേട്ടാ വളരെയധികം നന്ദിയുണ്ട്. എന്താ? ചേട്ടൻ അന്ന് കൊടുത്ത 30, 40, 50 കൊണ്ട് എന്റെ അപ്പൻ എന്നെ ഡോക്ടറാക്കി എന്ന് പറഞ്ഞ് അവൻ അവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ, മദ്യപാനി നിന്റെ തലമുറയോ നാളെ ലോകം അറിയപ്പെടുന്ന 1-ാം തരം കുടിയന്മാര്, അല്ലെങ്കിൽ കള്ളന്മാര്, അല്ലെങ്കിൽ വോട്ടാക്കള്, അല്ലെങ്കിൽ ആ തരത്തിൽ അപ്പനും അമ്മയ്ക്കും നാടിനും തലവേദനയായ ഒരു തലമുറയാ നിന്റെ വീട്ടിൽ. മദ്യപാനിയായ സ്നേഹിത,
ഒരു കുഞ്ഞുടുപ്പിന് വേണ്ടി നിന്റെ കുഞ്ഞ് പിറകെ നടന്ന നീ കണ്ടിട്ടുണ്ടോ? ഒരു ബ്ലൗസിന്റെ തുണിക്ക് വേണ്ടി, ഒരു സാരിക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവള് പിറകെ നടന്ന് നീ കാണുന്നുണ്ടോ? എന്തിനാ? മക്കളെ പോറ്റുവാൻ സർക്കാരിന്റെ കിണറും കാടും വെട്ടിത്തെളിക്കാൻ ഇറങ്ങിത്തിരിച്ച് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന അമ്മമാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന പത്രവാർത്തകൾ നീ കാണുന്നുണ്ടോ? ഇന്ന് പകലിൽ മദ്യപാനിയായി എന്നെ കേൾക്കുന്ന സ്നേഹിത, മദ്യപാനികൾക്ക് പറ്റിയ പരാജയം നീ തിരിച്ചറിയണം. അബദ്ധങ്ങൾ നീ തിരിച്ചറിയണം. എന്തെല്ലാം അബദ്ധങ്ങൾ കേൾക്കണേ. മദ്യപാനിയായ ഒരു ചേട്ടൻ മദ്യപിച്ച് നല്ല ലെക്കുകെട്ട് വയൽവരമ്പത്തൂടെ വരികയാ. മദ്യപിച്ച സമയത്ത് കൊച്ചിനോട് സ്നേഹം കൂടി 4 പരിപ്പുവട പൊതിഞ്ഞ് മടി വെച്ചേക്കുക. കേൾക്കണേ. വയൽവരമ്പിലെത്തിയപ്പോൾ കാല് തന്നെ ചെളിക്കുണ്ടിലേക്ക് വീണു മദ്യപാനി. മൂക്കത്ത് ചെളി പറ്റിയപ്പോൾ ഒരല്പം ബോധം വന്ന് ഒന്ന് തിരിഞ്ഞു നിന്നു. വടിയിൽ തപ്പിയപ്പോൾ വട കാണുന്നില്ല. ഒടുവിൽ ചെളിക്കുണ്ടിലൊന്ന് തപ്പിയപ്പോൾ കയ്യിൽ കിട്ടിയ ഒരെണ്ണം എടുത്ത് കടിച്ചുകൊണ്ട് മദ്യപാനി അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പോവുക, കണ്ടുപിടിച്ചേന്ന്. നാട്ടുകാർ ഓടിക്കൂടി, എന്താടാ കണ്ടുപിടിച്ചേ? ഉടനെ പുള്ളി പറയുക, ഞാനാ കണ്ടുപിടിച്ചേ. അതെന്താന്ന് പറ. ഞാനാ കണ്ടുപിടിച്ചേ, എന്താടാ? അപ്പൊ പറയുകയാണ്, പരിപ്പുവട മേടിച്ചാൽ ആദ്യം അത് താഴെ ഇടണം, പിന്നെ എടുത്ത് കടിച്ചാൽ പപ്സ് പോലിരിക്കുമെന്ന്. അത് പുള്ളിയാ കണ്ടുപിടിച്ചത്. എന്നാ പിന്നെ അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാ ചിലരുടെ ഉള്ളിൽ ഇപ്പൊ ചിന്ത. ശരിയാ, പുള്ളി പറയുക, പരിപ്പോടെ മേടിച്ചാൽ ആദ്യം താഴെ ഇടണം, പിന്നെ എടുത്ത് കടിച്ചാൽ പപ്സ് പോലിരിക്കും. എന്താ സംഗതി എന്നറിയാമോ? ചെളിക്കുണ്ടിൽ നിന്ന് ചൊറിത്തവളെ പിടിച്ച് കടിച്ചോണ്ടാ മദ്യപാനി പറഞ്ഞ പപ്സ് പോലിരിക്കുമെന്ന്. 1-2 അബദ്ധമല്ല മദ്യപാനിക്ക് പറ്റിയത്. പാതിരാത്രി 11:30 ചാണ്ടിച്ചായനെ വീട്ടിൽ കൊണ്ടാക്കാൻ വന്ന ആൾക്കാര് കോളിംഗ് ബെല്ലടിച്ചപ്പം മറിയാമ്മ കഥവ് തുറക്കുന്നില്ല. മറിയാമ്മ ജനലിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു, ആരാ? ഞങ്ങൾ ചാണ്ടിച്ചായനെ കൊണ്ടാകാൻ വന്നാ, അവിടെങ്ങാനും കിടത്തി വെച്ച് പോ എന്ന് പറഞ്ഞു. കാര്യം ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി മറിയാമ്മ. അരമണിക്കൂർ പിന്നെയും മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കോളിംഗ് ബെല്ലടിക്കുക. ആരാ? ഞങ്ങൾ ചാണ്ടിച്ചായനെ കൊണ്ടാക്കാൻ വന്നതാ. അതല്ലേ പറഞ്ഞ് അവിടെങ്ങാനും കിടത്തി വെച്ച് പോകാൻ. ഉടനെ അവര് വിളിച്ചു പറയുക, പൊന്നു പെങ്ങളെ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാണ് ചാണ്ടി എന്നൊന്ന് കാണിച്ചതാ, എന്നാലല്ലേ കിടത്തി വെച്ച് പോകാൻ പറ്റും. അപ്പൊ സ്വന്തം രൂപമാരാ, സ്വന്തം പേരേതാ, സ്വന്തം വീടേതാ എന്നറിയാതെ മദ്യപാനികൾക്ക് പറ്റിയ അബദ്ധങ്ങൾ ചെറുതല്ല. ഇന്ന് സന്ധ്യാസമയം ഈ കവലയിൽ മദ്യം കഴിക്കുന്ന സ്നേഹിത, നീ തിരിച്ചറിയണം. നീ മദ്യം കഴിച്ച് നീ നാശകോടാലിയായി തീരുമ്പോൾ ഈ സമൂഹത്തിൽ ഒരു വല്ലാത്ത തലമുറ നിന്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വീഴുകയാണ്. എവിടെയാ പരിഹാരം? ശ്രദ്ധിക്കൂ സ്നേഹിത, പോലീസിന്റെ എണ്ണം ഇവിടെ കൂടിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വികസനം, ടെക്നോളജി, കണ്ടുപിടുത്തങ്ങളൊക്കെ തർക്കമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ തരത്തിലുള്ള ടെക്നോളജികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുക തന്നെയല്ല. അങ്ങനെ കഴിയുന്നൊരു സന്ദേശം ഉലകത്തിൽ ഉണ്ടെങ്കിൽ അതാണ് പുട്ടന്മാരെ പോലെ കവലകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഈ സുവിശേഷത്തിന്റെ ശക്തി. ശ്രദ്ധിക്കൂ, പലരും വൈരാഗ്യ മനസ്സാക്ഷിയോടെ ഈ സന്ദേശത്തെ വീക്ഷിക്കുന്നവരുണ്ട്. മനസ്സാക്ഷിയുള്ള വെള്ളനാടിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സുവിശേഷം ഈ ലോകത്തിന് എന്ത് ദോഷം വരുത്തി? പറയണം, ഇന്ന് പറയണം. ശ്രദ്ധിക്കൂ, സുവിശേഷം ലോകത്തിന് എന്ത് ദോഷം വരുത്തി? നിങ്ങളുടെ വെള്ളനാട് ഈ ഗ്രാമത്തിൽ സുവിശേഷം കേട്ട് ഒരുത്തം കുടിയനായിട്ടുണ്ടെങ്കിൽ പറ, ഷമീർ ഇന്ന് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. സുവിശേഷം കേട്ട് ഒരുത്തം ഒരു കൊലപാതകയായിട്ടുണ്ടെങ്കിൽ പറ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വേണ്ട, സുവിശേഷം കേട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മകനോ മകളോ മരുമകളോ ഏതെങ്കിലും ഒരുത്തം നശിച്ചു പോയെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രസംഗം കേട്ട് ഉടനെ എന്റെ മോൻ ആദ്യത്തെ പെഗ് അടിക്കാൻ തുടങ്ങിയെന്നോ അങ്ങനെ പറയാൻ ഒരുത്തനുമില്ല. മറിച്ച് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി, നാടിനും വീടിനും കൊള്ളരുതാത്തവനായി ജീവിച്ച അനേക അമ്മയപ്പന്മാർക്ക് അനേക മക്കളെ തിരിച്ചു കൊടുത്ത നല്ല മകനായി, നല്ല മക്കളായി തിരിച്ചു കൊടുത്ത പുണ്യം മാത്രമേ സുവിശേഷം ലോകത്തിന് ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധിക്കൂ സ്നേഹിത, തിരുവനന്തപുരം ടൗണിന്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ചെങ്കൽച്ചോള എന്ന് പറഞ്ഞ കോളനി, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാടാണല്ലോ. ഒരു കാലത്ത് പട്ടാൽ പകൽ പോലും സഹോദരിമാർക്ക് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഗുണ്ടകളും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒക്കെയായി ജീവിച്ച ചെങ്കൽച്ചോളയിൽ ആ കാലത്ത് മാറി മാറി വന്ന ഭരണകർത്താക്കൾ മാറി മാറി ശ്രമിച്ച് പരാജയപ്പെട്ടൊടുവിൽ 2 ഫയർഫോഴ്സ് യൂണിറ്റുകളെ ചെങ്കൽച്ചോളയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ചുകൊണ്ട് വിധിയെഴുതി. ചെങ്കൽച്ചോള നന്നാകത്തില്ല, അടിവരയിട്ട് പറഞ്ഞു നന്നാകത്തില്ല. കാലം മുന്നോട്ട് പോയി. തോളി സഞ്ജീവമായ ചില ഉപദേശിമാര് ഇന്ന് ചെങ്കൽച്ചോളയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു. വാളില്ല, ഉടുപ്പിന്റെ പുറകെ പിച്ചാത്തിയില്ല, ബെൽറ്റിന് പകരം സൈക്കിളിന്റെ ചെയിനില്ല, പീഡന മാർഗങ്ങളില്ല, ഭീഷണിയുടെ സ്വരമില്ല. സ്നേഹത്തിന്റെ സന്ദേശവുമായി അതിനകത്ത് പ്രവേശിച്ചപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് കടന്നു ചെന്നേ, ഞങ്ങളെപ്പോലുള്ളവർ അതിനകത്ത് പ്രവേശിക്കുമ്പോൾ തണ്ടും തടിയുമുള്ള മസിലുള്ള ചെറുപ്പക്കാര് മുണ്ടിന്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ബഹുമാനിക്കത്തക്കവണ്ണം ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുന്ന അവസ്ഥ ചെങ്കൽച്ചോളയ്ക്കകത്ത് കാണാം. ഇത് ചെയ്തത് പോലീസ് ഭരണകൂടമല്ല. പോലീസിനും ഇതൊക്കെ അറിയാവുന്നേ. കൊട്ടാരക്കര ടൗണിൽ ഞങ്ങൾ ഇതുപോലെ കവലയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പോലീസ് ജീപ്പ് കടന്നുപോയി. ഏമാൻ വണ്ടി ഒന്ന് ബ്രേക്കിട്ടു. അടുത്ത് വന്ന് ചോദിച്ചു, എന്താ പരിപാടി?
ഇതിങ്ങനെ പ്രസംഗമാണ്. ശരി. മൈക്ക് ഓർഡർ എടുത്തിട്ടുണ്ടോ? മൈക്ക് ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ട്. ശരി. എന്നിട്ട് അടുത്ത വാക്ക് അദ്ദേഹം പറയുക, ഉപദേശിമാരെ ഞങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്. കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ പ്രസംഗം കേട്ട് ഒരുത്തൻ ഗുണപ്പെട്ടാൽ ഞങ്ങളുടെ ജോലി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പൊ പോലീസിനും അറിയാം ഇത് ഗുണപ്പെടുത്തുന്ന സന്ദേശമാണ്, അല്ലാതെ ആർക്കും ദോഷം വരുത്തുന്ന ഒരു തരത്തിലുള്ള മോശവും വരുത്തുന്ന ഒരു സന്ദേശമല്ല വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് വെള്ളനാട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് മദ്യപാനത്തിന്റെയും വെറുക്കൂത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന യുവ തലമുറ അല്ലെങ്കിൽ തകർച്ചയുള്ള കുടുംബങ്ങളോട് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, ഈ യേശുദേവന്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്ന് കടന്നു വരുന്നുവോ, പീഡനത്താലല്ല, അക്രമ മാർഗത്താലല്ല, ഇന്നും സ്നേഹത്തിന്റെ സന്ദേശത്തിൽ അവൻ അറിയാതെ അവന്റെ ജീവിതത്തെ മാറ്റുന്ന ഇതുപോലെ നാണമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലജ്ജയോ ഒന്നും കൂടാതെ കവലയിൽ നിന്നുകൊണ്ട് പരസ്യമായി പാടുവാനും ഇത് വിളിച്ചു പറയുവാനും തക്കവണ്ണം യാതൊരു തരത്തിലും ലജ്ജയില്ലാതെ ഇന്ന് ഈ കാണുന്ന നന്മയിലേക്ക് കൊണ്ടുവന്ന സന്ദേശം ഇന്ന് ഈ സന്ധ്യാസമയം ശ്രദ്ധിക്കൂ. കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന ബാപ്പയ്ക്കും ഉമ്മയ്ക്കും കുടുംബത്തിനും ദേശത്തിനും തലവേദനയായി ജീവിച്ച എന്നോട് ഈ യേശുദേവന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ മുസൽമാനല്ലേ എന്ന് യേശു ചോദിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന ഷാജഹാനോട് നീ മുസൽമാനല്ലേ എന്ന് ചോദിച്ചില്ല. ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളോട് നീ നാരായണനല്ലേ, നീ അജയനല്ലേ, നീ ഗോപാലനല്ലേ എന്ന് ചോദിച്ചില്ല. നീ പാരമ്പര്യ ക്രിസ്ത്യാനിയായ കറിയായല്ലേ എന്ന് ചോദിച്ചില്ല. മറിച്ച് മനുഷ്യനാണോ? ദൈവം അത്രേ സൃഷ്ടിച്ചിട്ടുള്ളൂ. വേദങ്ങളെല്ലാം പറയുന്നു ദൈവം സൃഷ്ടിച്ചത് ഹിന്ദുവായിട്ടാണോ? അല്ല. ക്രിസ്ത്യാനിയായിട്ടാണോ? അല്ല. മുസ്ലിമായിട്ടാണോ? അല്ല. മനുഷ്യനായിട്ടാണ്. അപ്പൊ ദൈവത്തിന്റെ കണ്ണിൽ, സാക്ഷാൽ ഏകദൈവത്തിന്റെ കണ്ണിൽ ഭൂമിയിൽ ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി, വേറൊന്നുമില്ല. ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് വയലാറിന്റെ വരികൾക്ക് അനുഗ്രഹീത ഗായകൻ യേശുദാസ് പരസ്യമായി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങൾ ദൈവങ്ങളുടെ മണ്ണ് പങ്കുവെച്ചെന്ന് പരസ്യമായി പാടിയപ്പോൾ ആരും യേശുദാസിനെ ഇരുട്ടടി അടിച്ചില്ലല്ലോ, കൊടി പിടിച്ചില്ലല്ലോ, പ്രകടനം നടത്തില്ല. എന്താ കാര്യം? പുള്ളി പറഞ്ഞ സത്യമെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെന്തിനാ അടിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. പിന്നെ എന്നാലും ഒരു മസിൽ പിടുത്തമൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇത് പറയുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വമുള്ളൂ. ഇത് ചിലർ പറയുന്നത് പിടിച്ചു വലിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരാളോട് നിങ്ങൾ ഇന്ന് വെള്ളനാട് വെച്ച് ഈ കൂട്ടത്തിൽ ഒരുത്തനോട് ഈ നിൽക്കുന്ന ഉപദേശിമാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് അടുത്ത ഞായറാഴ്ച പള്ളി വന്നില്ലെങ്കിൽ നിന്നെയൊക്കെ വീട്ടിൽ കയറി തല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാളെ കൊണ്ട് പറയിച്ചാൽ ഇന്ന് ഇവിടെ വെച്ച് ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഷമീർ തിരിച്ചു പോകും. ഒരു തരത്തിലും ആരെയും പിടിക്കത്തില്ല. ഈ കവലയിൽ നിന്ന് ഞങ്ങളിത് വിളിച്ചു പറയുന്നു. ഓട്ടോ സഹോദരങ്ങളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും ഇത് കേൾക്കുക എന്നുള്ളത് മതി. അല്ലാതെ നാളെ ഇങ്ങോട്ട് പാടാന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. മറിച്ചത് കേൾപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് കവലകളിൽ നിന്നുകൊണ്ട് പൊട്ടന്മാരെ പോലെ ഞങ്ങൾ ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കൂ സ്നേഹിത, ഇത് അനേക കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്ന സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. ആർക്കും ഒരു ദോഷവും ഈ സുവിശേഷം കൊണ്ട് വരുത്തിയിട്ടില്ല. നോക്കണേ, ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരെ കൊണ്ട് ദേശത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ഈ നിങ്ങളുടെ പട്ടണത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ നെയ്യാറ്റിക്കര കരമന റോഡോ കാട്ടാക്കട ആര്യനാട് റോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈവേ സുവിശേഷ യോഗം നടത്തി ഒരു 10 മിനിറ്റ് റോഡ് ബ്ലോക്ക് ആയിട്ടില്ല. ഏമാമാര് മീശൻ ചുരുട്ടിക്കൊണ്ട് ഇവിടെ സുവിശേഷവും നടക്കുക, അതുകൊണ്ട് ബസും കാറും ലോറി ഇതിലെ പോട്ടെന്നും പറഞ്ഞ് വഴിതിരിച്ചു പറഞ്ഞ ഗതികേടും സുവിശേഷം നിമിത്തം ഉണ്ടായിട്ടില്ല. പ്രസംഗം ഒരുത്തിന് ദോഷം വരുത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള പരാജയങ്ങളും ഇത് പ്രസംഗിച്ച് ആർക്കും നേരിട്ടിട്ടില്ല. പിന്നെ എന്താ പകയ്ക്കുന്നത്? ശ്രദ്ധിക്കട്ടെ, ഇതൊക്കെ വെറുതെ എന്ന് പറയും, വെറുതെ ഒരു കാര്യവുമില്ലാതെ അങ്ങ് സംസാരിക്കുക. എന്നാൽ ശ്രദ്ധിക്കൂ സ്നേഹിതരെ, ഇത് ഏറ്റെടുക്കുന്ന പക്ഷം അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പക്ഷം ദോഷമായിട്ടൊന്നും നിങ്ങൾക്ക് ഭവിക്കുന്നില്ല. യേശുദേവന്റെ സ്നേഹം ആരുടെ ഉള്ളത്തിൽ കടന്നു വന്നിട്ടുണ്ടോ അവന്റെ പേരോ ജാതിയോ മതമോ മാറിയെന്ന് ഞങ്ങൾ ആരും പറയത്തില്ല. കാരണം ഞങ്ങളൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്, ജീവിതത്തിന് വളരെയധികം രൂപാന്തരം വരുത്തിയ സന്ദേശമാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം. പിന്നെ ഈ രാത്രികാലം ശ്രദ്ധിക്കൂ സ്നേഹിത, അനേക ഇടങ്ങളിൽ ഈ പ്രസംഗം നടക്കുന്നു. പലരും പലവിധ മനോഭാവത്തോട് ഇതിനെ കാണുന്നു. എന്നാൽ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഇനി വളരെ കുറച്ച് നാളുകളെ ലോകത്തിലുള്ളൂ. മനുഷ്യന് പണ്ട് 60, 70, 80 എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അത്രയൊന്നും പോകുന്നില്ല. മസിൽ പിടിച്ച് രണ്ടും പെരുപ്പിച്ച് നടക്കുന്നവർ പോലും നാളത്തെ ദിവസം കാണുമോ എന്നറിയാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരുമ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്തെന്നറിയാമോ? ചില ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ വന്നിട്ട് ഞങ്ങളോട് പറയാറുണ്ട്, ഇവിടെ നിങ്ങൾ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ പറയും, ശരി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഇത് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അറിയാമോ? ഞങ്ങൾ പേടിച്ചു. കണ്ടോ, ഇവന്മാരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇവർ പേടിച്ചു. ഈ പേടിച്ചു പോകുന്നുള്ള മനോഭാവം തെറ്റാ.
കാര്യം ഷമീർ ഇപ്പം ബൈബിൾ താഴ്ത്തി വെച്ച് പഴയ തൊപ്പിയിട്ടുണ്ട് അങ്ങോട്ട് നിന്നാൽ ഒരുത്തൻ എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് നിനക്ക് കുഴപ്പമെന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ പുസ്തകം അതിന് അനുവദിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരാരും ആരോഗ്യമില്ലാത്തവരല്ല, പക്ഷെ ഈ പുസ്തകം അതിന് അനുവദിക്കുന്നില്ല. ഈ പുസ്തകം കയ്യിലുള്ളിടത്തോളം ഒരിക്കലും അവൻ നാടിന് അപകടകരമായി മാറത്തില്ല ഒരു തരത്തിലുള്ള. പക്ഷേ ഇന്ന് ലോകത്തിൽ ദൈവത്തിന്റെ കൊട്ടേഷൻകാർ ഒത്തിരി ഉണ്ട് കേരളത്തിൽ. ദൈവത്തിന്റെ കൊട്ടേഷൻകാർ ഒത്തിരി ഉണ്ട് കേരളത്തിൽ. കാര്യം ഇന്ന് ഈ ജംഗ്ഷനിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ മുന്നോട്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ബൈബിളോ ഇവിടെ ഇരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് മണ്ണെണ്ണ ഒഴിച്ച് ഈ വെള്ളനാട് ജംഗ്ഷനിലിട്ട് കത്തിച്ചു, ആ അടിവരയിട്ട് ഉറപ്പ് പറയാം, ഇതിൽ നിൽക്കുന്ന ഒരെണ്ണം ചലിക്കത്തില്ല, ഒടിപിടിക്കത്തില്ല, പ്രതിഷേധം ഉണ്ടാക്കത്തില്ല, ഒരൊറ്റ അക്ഷരം ഉണ്ടത്തില്ല. കാര്യം എന്തെന്നറിയാമോ? എടാ, അവൻ ദൈവത്തെ പറഞ്ഞെങ്കിൽ ദൈവത്തിനറിയാം അതിന്റെ കാര്യം നോക്കാൻ. അല്ല, ബൈബിളിലെ ദൈവത്തിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. ബൈബിളിലെ ദൈവത്തിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. മറിച്ച് ഈ ലോകത്തിൽ പലതിന്റെ ഒരു പേപ്പർ കീറിയാൽ നാളെ കേരളം നിന്ന് കത്തും. കാര്യം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ കൊട്ടേഷൻകാർ ഒത്തിരി കിടപ്പുണ്ട് കേരളത്തിൽ. ആ തരത്തിലുള്ള വർഗീയതയുടെയോ ആക്രമണത്തിന്റെയോ മറ്റൊരു മനോഭാവത്തിലല്ല സ്നേഹിത, സ്നേഹത്തിന്റെ സന്ദേശത്തിൽ, നിറഞ്ഞ സ്നേഹത്തോടെ. എന്തിനാ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് മറുപടി. കാവി കൊടുത്ത ഹൈന്ദവൻ ഞങ്ങളുടെ ശത്രുവല്ല, തൊപ്പിയിട്ട ഇസ്ലാം ഞങ്ങളുടെ ശത്രുവല്ല. കാരണം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണെങ്കിൽ താങ്കളും ഞാനും ഒരപ്പന്റെ മക്കളാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ചുമക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മനുഷ്യരാരും നമ്മുടെ ശത്രുവല്ല. പിന്നെ ആരാ ശത്രു? ജാതിയോ മതമോ നോക്കാതെ ഇന്ന് യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയതായ രൂപത്തിൽ മനുഷ്യനെ മുടിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് എന്ന് പറയുന്നവനാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ശത്രു. അല്ലാതെ ഇവിടുത്തെ കാവി കൊടുത്ത ഹൈന്ദവനോ തൊപ്പിയിട്ട ഇസ്ലാമോ അല്ല സ്നേഹിത. ഞങ്ങളുടെ യുദ്ധം അവനെതിരെയാണ്. ആർക്കെതിരെ? ആമേൻ. ഈ ജനത്തെ മുഴുവൻ വഞ്ചിച്ച്, ജനത്തെ ജീവനുള്ള ദൈവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട്, അകറ്റിക്കൊണ്ട്, ജനത്തെ വഞ്ചിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് എന്ന ആ വ്യക്തിയോടാണ് ഞങ്ങൾക്ക് യുദ്ധമുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ ശാന്തമായി ശ്രമിച്ച ബഹുമാന്യ സ്നേഹിത, ഒരു വാക്കിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും വിവിധമാകുന്ന നിലവാരങ്ങൾക്കും അടിമപ്പെട്ട കുടുംബത്തിന്റെ സമാധാനം, സ്വസ്ഥതയും നഷ്ടപ്പെട്ട ഒരുപക്ഷെ എന്റെ ബാപ്പയും ഉമ്മയും എന്നെ കുറിച്ച് പറഞ്ഞ പോലെ നീ ചത്തുപോയെങ്കിൽ കൊള്ളാമായിരുന്നതാ എന്ന് അവരാഗ്രഹിച്ചതുപോലെ ഇന്ന് നിങ്ങളെ കുറിച്ച് ദേശമോ കുടുംബമോ പരിസരക്കാരോ നീ നന്നാവത്തില്ലടാ എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല നിന്നെ കൊണ്ട് പ്രയോജനമില്ലെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയട്ടെ, അതേ വ്യക്തികളെ കൊണ്ട് അങ്ങനെയല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയിക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശത്തിലേക്ക് ഇന്ന് സന്ധിയിൽ ഈ ശബ്ദപരിധിയിൽ കേട്ട യുവ തലമുറയെ, ബഹുമാന്യ ശ്രോതാക്കളെ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുമ്പോൾ ഈ സമയത്ത് ദൈവത്തിന്റെ ദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് ഞങ്ങളെ ശാന്തമായി ശ്രമിച്ച ബഹുമാന്യ സഹോദരങ്ങൾക്കും ഈ ദേശത്തിലും വ്യാപാര സ്ഥാപനങ്ങളിൽ ഈ ശബ്ദം ഇവിടെയുള്ള പലരെയും കച്ചവടങ്ങളെയൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാൽ ആ അല്പ മിനിറ്റുകൾ ഞങ്ങളെ സഹിക്കുകയും ഞങ്ങളോട് ആ സഹകരണ മനോഭാവം പുലർത്തുകയും ചെയ്ത എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കുവാൻ, വർഗീയതയിൽ നിന്നും കലാപങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ ദേശത്തെ ദൈവം ഭദ്രമായി സംരക്ഷിക്കുവാൻ, ഈ ദേശത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ശാന്തമായി ശ്രമിച്ച നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കും.